ഹായ് ഫ്രണ്ട്സ്, കോഴിക്കോട് റിക്ഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മളെ അടുത്തുള്ള മഹീന്ദ്ര 2.0 എന്നുള്ള ഒരു മോഡൽ വണ്ടിയാണ് കേട്ടോ. 2021 മോഡലാണ്. 5 വർഷം കഴിയുകയും അതുപോലെ 1,00,000 കിലോമീറ്ററും കഴിഞ്ഞിട്ടോ. അപ്പോൾ ഈ 1,00,000 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ എനിക്കുണ്ടായ അനുഭവങ്ങളെ ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ. വണ്ടിൻ്റെ വാറണ്ടി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഈ ഇലക്ട്രിക് വണ്ടി ലാഭമാണോ നഷ്ടമാണോ എന്നീ കാര്യങ്ങളൊക്കെ കുറേ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇന്ന് ഒരു ചെറിയൊരു വിവരണം, കാരണം 1,00,000 കിലോമീറ്റർ ആയപ്പോൾ അതിന് ശേഷം എനിക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വന്നിട്ടുണ്ടോ, അതുപോലെ വണ്ടി എടുക്കുന്നത് ലാഭമാണോ നഷ്ടമാണോ എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് നോക്കുന്നതാണ് കേട്ടോ. അതുപോലെ വണ്ടി ഞാൻ ഓൾറെഡി കൊടുക്കാമെന്നും കൂടി വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ നമ്മൾ പറയുന്നതാണ്. കൂടുതൽ മൈലേജുള്ള ഒരു വണ്ടി എടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോ 2 പ്രാവശ്യം ഞാൻ നിങ്ങളോട് ചോദിച്ചാണ്. ഒരുപാട് ആളുകൾ നമുക്ക് ടി വി എസും അതുപോലെ മോണ്ട്രയാണ് കൂടുതൽ ആളുകൾ നമ്മളോട് ഇലക്ട്രിക് വണ്ടി എടുക്കാൻ പറയുന്നത്. എന്നിരുന്നാലും നമ്മൾ കമ്പനി നല്ലൊരു ഓഫർ തരികയാണെങ്കിൽ ഏത് കമ്പനി തരുന്നോ അതിനനുസരിച്ച് നമ്മൾ വണ്ടി എടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാതെ നമ്മളെ നമ്മളെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ വണ്ടി എടുത്തതിന് ശേഷം കുറേ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ പറയാത്ത കുറച്ച് കാര്യങ്ങൾ മാത്രമേ ജസ്റ്റ് ഞാൻ ഇതിൽ പറയുന്നുള്ളൂ. അപ്പോൾ കൂടുതൽ ഞാൻ നീട്ടിക്കൊണ്ടുവന്നില്ല വീഡിയോ. നമ്മളെ ഫ്രണ്ട് ഓൾറെഡി ഇവിടെ പൊട്ടിയതാട്ടോ. ഈ മറുകാടിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് നമ്മൾ മറുകാട് എന്നുള്ള ചില ആളുകൾ നമ്മൾ കമന്റിൽ കാണല് കേട്ടോ. മറുകാട് എന്നല്ല പല കാര്യങ്ങളും പറയുന്നു. ശരിക്കും ഇതിന് മലയാളത്തിൽ ചെളിത്താങ്ങി എന്നാണ് കേട്ടോ നമ്മൾ ഇതിനോട് ഉദ്ദേശിക്കുന്നത്. ഈ ഇതില് നമ്മൾ മറുകാടിനെ ഒരു നെഗറ്റീവായിട്ട് പറയാൻ കാരണം, സാധാരണ വാഹനങ്ങൾക്ക് മറുകാടാണ് ആദ്യം തട്ടുക, അതിനുശേഷമാണ് ടയർ തട്ടുക. പക്ഷേ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവില്ല, ടയർ കുറച്ച് മുന്നോട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അതായത് ടയറാണ് നമ്മൾ ഒരു കറക്റ്റ് അളവ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടൂല. കാരണം ഇത് തട്ടിയിട്ട് നിൽക്കൂല, നമുക്ക് ടയർ തട്ടിയിട്ടാണ് നിൽക്കുക. ഇത് നമ്മളിവിടെ ഒരു ഭാഗം പൊട്ടിപ്പോയതാട്ടോ. ഇതിനു മുമ്പ് ഒരു സ്ഥലത്ത് ഞാൻ ഈ ഫ്രണ്ടിലോട്ട് എടുക്കുമ്പോൾ തട്ടിപ്പോയതാണ്. അപ്പോൾ ഫ്രണ്ടിലേക്ക് എടുക്കുമ്പോൾ അല്ല, സ്റ്റാൻഡിൽ നിന്ന് പെട്ടെന്നൊരു ഡീസൽ വണ്ടിക്കാരൻ ബാക്കോട്ട് എടുത്തതാണ്. അപ്പോൾ ടയറിൻ്റെ മുകളിലെ ഭാഗം തട്ടിയതാണ്. ഇത് വേഗം പൊട്ടി പോകുന്നുണ്ട് കേട്ടോ, ഫൈബർ ആയതുകൊണ്ട്. പിന്നെ നമ്മളെ ലൈറ്റ് കാര്യങ്ങളൊക്കെ പക്ക ഡീസൻ്റ് ആണ്. ഇടയ്ക്കിടയ്ക്ക് ഫ്യൂസ് കാര്യങ്ങളൊക്കെ പോകൽ തന്നെ അപൂർവമാണ്. പിന്നീട് എനിക്ക് വണ്ടിക്ക് സാധാരണ വരുന്നത് കംപ്ലൈൻറ്റ്, ഇടയ്ക്ക് നമ്മുടെ ക്ലസ്റ്ററിൽ നമുക്ക് ജസ്റ്റ് അതിന് മുന്നേ തന്നെ എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളതിൻ്റെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. 1,00,000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് 1,239 കിലോമീറ്റർ ഞാൻ ഓടിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു FA ബോക്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ വെറുതെ കൊടുത്താട്ടോ, ഒരു കാര്യമില്ല. നമുക്ക് ജസ്റ്റ് ഞാനൊന്ന് ഓപ്പൺ ആക്കി തരാം. ഇതിൽ ഒരു സംഗതി വെക്കാൻ ഇല്ല, ഒരു പേപ്പർ പോലും മതിയായിരിക്കും വെക്കാനുള്ള സ്ഥലമില്ല. കണ്ടോ, ഒരു പവർ ബാങ്ക് ജസ്റ്റ് ഞാൻ വെച്ചപ്പോൾ തന്നെ അത് ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ അതിനോടൊന്നും ഒരു ഉപയോഗം നിലവിൽ ഇതിലില്ല. പിന്നെ വണ്ടീൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഇടയ്ക്ക് നമ്മൾ ഇതിൽ കിലോമീറ്ററിൽ പെട്ടെന്ന് 0 ആവും, വണ്ടി നിൽക്കും, അല്ലെങ്കിൽ ക്ലസ്റ്ററിൽ ഇങ്ങനെ കാണിക്കും വണ്ടി മൂവ് ആവില്ല. ആ സമയത്ത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വണ്ടി എടുത്തതിന് ശേഷം 2.5 വർഷത്തിൻ്റെ അടുത്തായി, എന്നാലും ഒരു 5-6 പ്രാവശ്യം എനിക്ക് ഈ പിന്ന് ഊരി ഇട്ടിട്ട് 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റാണ്. നമ്മൾ അത് വീണ്ടും ഇട്ടാൽ അത് റെഡി ആകും. പിന്നീട് നമുക്ക് കംപ്ലൈൻ്റ് എന്ന് പറയാൻ വലിയ ഇതൊക്കെ ചെറിയ തകിട് പീസാണ് കേട്ടോ. ഈ തകിട് ഒരു ജാക്കി വെക്കുമ്പോൾ നമ്മളെ വർക്ക്ഷോപ്പിൽ നിന്ന് അദ്ദേഹം ഇതിൻ്റെ ഇവിടെ കൊണ്ടുപോയി വെച്ച്, അപ്പോൾ ഇത് ലേശം ഇളകിപ്പോയിട്ടുണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ 2 സ്ക്രൂവിൻ്റെ മുകളിലാണ്. ആ സ്ക്രൂ ചേഞ്ച് ചെയ്താൽ മതി. പിന്നീട് നമുക്ക് വണ്ടിൻ്റെ ബാക്കോട്ട് നോക്കുകയാണെങ്കിൽ നല്ല സ്പേസ് ആട്ടോ ഉള്ളത്. പ്രായമുള്ള സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ വണ്ടി ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടുന്ന് നമുക്ക് കാല് വണ്ടിയിലേക്ക് വെക്കാൻ ഭയങ്കര സുഖമാണ്, നല്ല സൗകര്യമാണ്. അപ്പോൾ അതുകൊണ്ട് പല സ്ത്രീകൾക്കും, പ്രായമുള്ള സ്ത്രീകൾ അവർ ഈ വണ്ടീനെ തന്നെ കാത്തിക്കലുണ്ട്, എന്നോട് ഈ വണ്ടി എടുക്കാനാണ് സാധനം പറയൽ. പിന്നെ ടയറിൻ്റെ വലുപ്പം നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കിടങ്ങുന്നൊക്കെ വേഗം വണ്ടി കയറും കേട്ടോ. പിന്നെ ഒരു നെഗറ്റീവായിട്ട്, ഒരു നെഗറ്റീവില്ല, വലിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നത് ഈ വണ്ടിക്ക് ലീഫ് സെറ്റാണ്. നമുക്ക് ബാക്കിൽ കാണാം, നല്ല കുലുക്കാണ്. ഒരാളും 2 ആളൊക്കെ ആണെങ്കിൽ വണ്ടിയിൽ നല്ല ഡീസൽ വണ്ടിനെക്കാട്ടി നല്ല കുലുക്കുണ്ട്. പക്ഷേ നമ്മൾ ഒരു 3-4 ആളൊക്കെ വരികയാണെങ്കിൽ വണ്ടി ഓക്കെ, പക്ക ഡീസൻ്റാണ്. പിന്നെ നമ്മൾ എപ്പോഴും വരുന്നൊരു കംപ്ലൈൻ്റ് ആണ് ഇതിൻ്റെ ബ്രേക്ക് ലൈറ്റ് പോവും. പക്ഷേ ഞാനത് LED ബൾബ് ആക്കിയതിന് ശേഷം എനിക്ക് പോയിട്ടില്ല. 1 വർഷത്തിൻ്റെ മുകളിൽ ഇപ്പോൾ ആയി, ഇതുവരെ കംപ്ലൈൻ്റ് ആയില്ല. അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ വരുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഓവറോൾ പറയുകയാണെങ്കിൽ ഞാനൊരു പണിയോ കാര്യങ്ങളോ എക്സ്ട്രാ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ നിലവിൽ ഈ 62,000 കിലോമീറ്ററിലാണ് എൻ്റെ വണ്ടി എത്തിയത്. അതിനുശേഷം എനിക്ക് ഈ ഓരോ ഒരു 15,000-ൻ്റെ 20,000-ൻ്റെ ഇടയിൽ നമ്മുടെ ടയർ തേയ്മാനം വരും. ഫ്രണ്ടിൽ 2 പ്രാവശ്യം എനിക്ക് 2-3 പ്രാവശ്യം പിന്നടിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു നെഗറ്റീവായിട്ട് പറയാന്ന് പറഞ്ഞാൽ, നമ്മൾ വളവുകളിലൊക്കെ ഈ ഇതുണ്ടല്ലോ, നമുക്ക് റൈറ്റും ലെഫ്റ്റും നോക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായി വരാറുണ്ട്. അതായത് നമ്മൾ ഇവിടുന്ന് ഇരിക്കുമ്പോൾ ഒന്ന് പുറത്തോട്ട് ഏന്തി നോക്കിയിട്ട് വേണം
നമുക്ക് കാണുള്ളൂ. ഈ ഒരു പോർഷനിൽ എനിക്ക് തോന്നുന്നു നിലവിൽ മോണ്ടർക്കൊക്കെ ഉണ്ട് അത്. അപ്പോൾ അതൊരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. പിന്നെ മഴക്കാലങ്ങളിൽ വെള്ളം എന്തായാലും വല്ലാതെ പുറത്തൊന്നും പോകില്ല, കൂടുതൽ അകത്തുണ്ടാവും എന്ന് വിചാരിച്ച് കസ്റ്റമർ എടുത്തൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ വണ്ടീനെ പറ്റി മൊത്തമായിട്ട് പറയുകയാണെങ്കിൽ നിലവിൽ എനിക്ക് സർവീസിൽ 2 പ്രാവശ്യം വലിയ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ ഞാനും എൻ്റെ സുഹൃത്തുക്കൾ, അതായത് ഈ വണ്ടി ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ആയിട്ട് സംസാരിച്ചത് മനസ്സിലായത് സർവീസിൻ്റെ കാര്യത്തിലാണ് വൻ പരാജയമാണ് വണ്ടി. നിലവിൽ എനിക്ക് തോന്നുന്നു മലപ്പുറം ഭാഗത്ത് മാത്രം പോയപ്പോൾ ഈ വണ്ടിക്ക് സർവീസിനെ പറ്റി ആളുകൾക്ക്, അതായത് ഞാൻ 100 പേരെ കണ്ടിട്ടുണ്ടെങ്കിൽ 95 പേരും നല്ലത് പറഞ്ഞത്. മറ്റ് ഏരിയകളിലൊക്കെ ഉള്ള ആളുകൾ 100 പേരിൽ 95 പേരും നെഗറ്റീവാണ് പറയുന്നത് വണ്ടിൻ്റെ സർവീസ്. അപ്പോൾ എന്നോട് ഒരാൾ വണ്ടി എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഇലക്ട്രിക് വണ്ടികൾ എടുക്കുമ്പോൾ സർവീസ് നല്ലതല്ലെങ്കിൽ ആ വണ്ടി എടുത്താൽ നമ്മൾ പെട്ടുപോകും. ഇപ്പം നിലവിൽ ഈ വണ്ടികൾ മുന്നോട്ട് പോകുന്നത് 5 വർഷമായതുകൊണ്ടും 3 വർഷത്തിലധികം ആയതുകൊണ്ടും പൊളി മാർക്കറ്റിൽ വണ്ടികളുണ്ട്. അതുപോലെ ചെറിയ ചെറിയ റിപ്പയർ, അതായത് നമ്മൾ നിലവിൽ ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകൾ തന്നെ ഇത് റിപ്പയർ ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും കഴിവുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ടോ കാര്യങ്ങളോ വരുമ്പോൾ നമുക്കൊരു ഇലക്ട്രിക് ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിൽ ചോദിക്കും. അപ്പോൾ ഓരോ അനുഭവങ്ങൾ വെച്ച് അവർ പറയും. അങ്ങനെ ചെയ്യുമ്പം തന്നെ പകുതിയിലധികം കഴിയും. പിന്നെ വണ്ടീൻ്റെ വേറൊരു നെഗറ്റീവ് എന്ന് പറയുമ്പോൾ 5 വർഷമാകുമ്പോഴത്തേനും വണ്ടി 130 കിലോമീറ്റർ ആയിരുന്നു. ഇപ്പം 70-80 റേഞ്ചിലാണ്, 80 ഒരു ശരാശരി റേഞ്ചിലാണ് വണ്ടീൻ്റെ മൈലേജ്. അതായത് 5 വർഷത്തിൻ്റെ ഉള്ളിൽ 40 കിലോമീറ്റർ നമുക്ക് വണ്ടിക്ക് മൈലേജ് കുറഞ്ഞ്. അപ്പോൾ അതൊരു വലിയൊരു പോരായ്മയാണ്. നമുക്ക് തരുന്ന വാറണ്ടി പീരീഡ് കഴിയുന്നത് വരെ കമ്പനി പറഞ്ഞ മൈലേജ് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതൊരു വലിയ തന്നെയാണ്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് അങ്ങനെ വാറണ്ടി കിട്ടിയാലേ ഉള്ളൂ നമുക്ക് ഇതുകൊണ്ട് ഗുണമുള്ളൂ. അപ്പോൾ പല ആളുകളും ചോദിക്കും, നിങ്ങൾ മോട്ടർ എടുത്തോളി, മോട്ടർക്ക് അതായത് 3-2.5 വർഷം കഴിഞ്ഞ വണ്ടിക്ക് ഇപ്പോഴും 160 മൈലേജ് കിട്ടുന്നുണ്ടെന്ന്. പക്ഷെ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതിന് LFP ബാറ്ററിയാണ്. മോട്ടർക്ക് ആദ്യം ഇറങ്ങിയത് NMC ബാറ്ററിയാണ്. NMC ബാറ്ററീൻ്റെ പ്രത്യേകത പറഞ്ഞാൽ അത് ഡെഡ് ആകുമ്പോൾ മുഴുവനായിട്ട് ഒരൊറ്റയടിക്ക് ഡെഡ് ആവും, മരിക്കുന്നവരെ 160 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഇതിനങ്ങനെയല്ല, ഇതിന് ഓരോരോ സെല്ലുകൾ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് പോയ മൈലേജ് വീണ്ടും വരുത്താം. അപ്പോൾ കമ്പനീൻ്റെ സർവീസിൻ്റെ അടുത്ത് വരുന്ന അപാകതയാണ്. കാരണം അവർ കറക്റ്റ് നമുക്ക് സർവീസ് തന്നതാണെങ്കിൽ ഈ ബാറ്ററികൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇത് 130 മൈലേജ് വരുത്താം. അതേമാതിരി തന്നെ നമുക്ക് ഈ വണ്ടിക്ക് ഈ കുറേ ആളുകൾ ഇതിനെപ്പറ്റി പഠിച്ചത് കൊണ്ട് ഇതുപോലെ ഒരു ബോക്സിലൊക്കെ നമ്മൾ അഡീഷണൽ സെല്ലുകൾ വെച്ച് ബാറ്ററി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ 80 ഉള്ളത് 180ഉം 200 മൈലേജൊക്കെ ആക്കിയ ആളുകളുണ്ട് കേട്ടോ. ഈ വണ്ടിക്ക് 200 മൈലേജൊക്കെ ഓടുന്ന ആളുകൾ മലപ്പുറത്തുണ്ട്. അപ്പോൾ നമുക്ക് പൈസ ഒരു 80,000 ലക്ഷത്തോളം റുപ്യ മുടക്കി കഴിഞ്ഞാൽ 1 വർഷം വാറണ്ടിയിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. മലപ്പുറത്ത് നിലവിൽ തന്നെ പേര് കേട്ട ഒരാളാണ് റസാഖ് കീശ്ശേരി. അങ്ങനെ പല ആളുകളും ഉണ്ട് കേട്ടോ. ഇവിടെ ഫറൂഖ് റസീസ്ക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ അവിടെ പോയില്ല, അവരാരും ഞാൻ നേരിൽ കണ്ടിട്ടൊന്നുമില്ല. എന്നിരുന്നാലും കേട്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിങ്ങൾ സ്വയം ഏറ്റെടുത്ത് നിങ്ങൾ റിസ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ അത് ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ നമ്മളെ കമൻറ്റിൽ പറയാം, എന്താണ് നിങ്ങളെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ചാർജർ ഞാൻ എടുത്തിട്ട് ഏകദേശം 2.5 വർഷമായി എന്ന് പറഞ്ഞല്ലോ. ചാർജർ ഈ ഇതേമാതിരി ഒരു ബോക്സിലായതുകൊണ്ട് തന്നെ നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ച് ഇങ്ങോട്ട് നീക്കും, എന്നിട്ട് വയർ കൊടുത്തിട്ടാണ് ചാർജ് ചെയ്യുക. ഇതുവരെ എനിക്കൊരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ വന്നിട്ടില്ല. അതിൽ ഞാൻ നിലവിൽ ഹാപ്പിയാണ്. ഓവറോൾ പറയുകയാണെങ്കിൽ വണ്ടി എടുത്തതിന് ശേഷം എനിക്ക് 2 മാസത്തേക്ക് നമ്മളെ ഡീസൽ വണ്ടി കൊണ്ട് നടക്കുമ്പോൾ 16,000 രൂപയുടെ ചിലവ് വരാറുണ്ട്. ഈ വണ്ടി എടുത്തതിന് ശേഷം നമുക്ക് 3,000-3,500 രൂപ, പരമാവധി 4,000 വരെ കറണ്ട് ബില്ല് വന്നിട്ടുള്ളൂ. ഇത് നമ്മളെ വീട്ടിലത്തെ ബില്ല് കൂട്ടാതെ കേട്ടോ. വണ്ടിക്ക് മാത്രം വന്നത് 6 പോയിന്റ് സംതിങ് ആണ് ഈ യൂണിറ്റ് നമുക്ക് ഇതിൽ ചാർജ് കയറുന്നത്. ഏകദേശം 6 യൂണിറ്റ് നമ്മൾ പുറത്തുനിന്ന് ചെയ്യുകയാണെങ്കിൽ 66 രൂപക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് പകൽ സമയങ്ങളിൽ 66 രൂപയാണ് ചാർജ് ചെയ്യാൻ വരുന്നത്. അതിന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 90 കിലോമീറ്റർ ഓടാം. ഈ 90 കിലോമീറ്റർ നമ്മൾ ഡീസൽ വണ്ടി ഓടുകയാണെങ്കിൽ 3 ലിറ്റർ വേണം. അതായത് 300 റുപ്യൻ്റെ ഡീസൽ അടിക്കുന്നതിന് ഇതിന് ആകെ വരുന്നത് 66 രൂപേൻ്റെ കറണ്ടാണ്. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത, കറണ്ട് വണ്ടികൾ വല്ലാതെ വർക്ക്ഷോപ്പിൽ കയറേണ്ട അവസ്ഥ വരില്ല. 10,000 കിലോമീറ്റർ വരെ വർക്ക്ഷോപ്പിലേക്ക് പോകേണ്ട അവസ്ഥ വന്നിട്ടില്ല കേട്ടോ. നമ്മുടെ ഡീസൽ വണ്ടിയൊക്കെ ആണെങ്കിൽ നമുക്കറിയാം 1000 കഴിയുമ്പോഴത്തെ തന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വർക്ക്ഷോപ്പിൽ പോകണം, നമ്മൾ സമയം ഒരുപാട് മിസ്സാവാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഇലക്ട്രിക് വണ്ടിയിലില്ല. പക്ഷേ നമ്മൾ സർവീസ് സെൻറ്ററിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇറങ്ങാനും പാടാണ്. ഡീസൽ വണ്ടി ആണെങ്കിൽ നമുക്ക് പരമാവധി ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് കൊണ്ടൊക്കെ കഴിയേണ്ട പരിപാടികൾ ഇത് ചിലപ്പോൾ 20 ദിവസം 30 ദിവസമൊക്കെ നിൽക്കും. അപ്പോൾ ഇതൊക്കെ എനിക്ക് പറയാനുള്ളത് സർവീസ് സെൻറ്ററിൻ്റെ അപാകതയാണ്. അവരൊന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഏത് വണ്ടിന് വിശ്വസിച്ച് ഇലക്ട്രിക് വണ്ടി എടുക്കാൻ പറ്റും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ
ഈ നല്ലൊരു സർവീസ് സെൻറ്റർ എന്ന് പറയാൻ ചില ജില്ലകളിൽ മാത്രം ചില കമ്പനികൾക്കുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ ജില്ലയിലും കണ്ടിന്യൂ ആയിട്ട് നല്ല സർവീസ് തരുന്നതില്ല. അതുപോലെ ലോക്കൽ വർക്ക്ഷോപ്പുകാർ ഇല്ലാത്തിടത്തോളം കാലം നമുക്ക് ഒരു വണ്ടി, ഇത് ഈ ഓട്ടോറിക്ഷ എന്നല്ല, ഡീസലായാലും പെട്രോളായാലും കാറുകൾ ഏത് വാഹനമായാലും ലോക്കൽ വർക്ക്ഷോപ്പ് ഇല്ലാത്തിടത്തോളം കാലം ഒരു വണ്ടികളും വിജയിക്കാൻ സാധ്യതയില്ല. അപ്പോൾ പരമാവധി ലോക്കൽ വർക്ക്ഷോപ്പുകാർ വന്നു കഴിഞ്ഞാലുള്ളൂ നമുക്ക് മെച്ചം ഉണ്ടാവുകയുള്ളൂ. പിന്നീട് നമുക്ക് ഈ 2.5 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഓക്സിജൻ ബാറ്ററി നമുക്ക് ഇവിടെയാണ് വെക്കാറ്, ഈ സൈഡിൽ വെക്കാറുണ്ട്. അപ്പോൾ അത് എനിക്ക് 2 പ്രാവശ്യം മാറേണ്ടി വന്നിട്ടുണ്ട്. അത് 1 വർഷം വാറണ്ടി ഉള്ളതാണ്. എന്നിരുന്നാലും അത് മാറേണ്ടി വരിക പറഞ്ഞാൽ നമുക്ക് മൈലേജിലൊക്കെ ഷോർട്ട് കാണിച്ചപ്പോൾ മാറിയതാണ്. ഇനി വേറെ പ്രത്യേകമായിട്ടൊന്നും പറയാനൊന്നുമില്ല. അതിൻ്റെ ഹെഡ്ലൈറ്റ് ഒക്കെ ഒരു പ്രാവശ്യം തേങ്ങ വീണൊക്കെ പൊട്ടിപ്പോയിരുന്നു. അപ്പോൾ അത് നമ്മളെ സുഹൃത്തിൻ്റെ വണ്ടി സലീമിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ വേറൊരു വണ്ടി പൊളിക്കാനുള്ള വണ്ടി ഉണ്ടായിട്ട് അതിൻ്റെ അടുത്ത് ഇട്ട് അങ്ങനെയൊക്കെയാണ് നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്ത് പോവാറ് കേട്ടോ. അപ്പം ഓവറോൾ ഇപ്പം എന്നോട് ഒരാൾ ചോദിക്കുകയാണ്, നമുക്ക് ഇലക്ട്രിക് വണ്ടി എടുക്കുന്നത് ലാഭകരമാണോ നഷ്ടമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കണക്ക് കൂട്ടി നോക്കുമ്പോൾ എനിക്ക് വലിയൊരു ലാഭമായിട്ട് തോന്നുന്നില്ല. പക്ഷെ ലാഭം ഉണ്ടാകും. കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു അഡീഷണൽ ഒരു വണ്ടി കൂടി ഉണ്ടാവണം, എന്നാൽ നല്ല ലാഭമാണ്. സിറ്റികളിലേക്ക് ഇലക്ട്രിക് വണ്ടി ലാഭകരമാണ്, പക്ഷെ നാട്ടുമ്പുറങ്ങളിലേക്ക് അഡീഷണൽ ഒരു വണ്ടി വേണം. കാരണം ചാർജ് തീരുന്ന സമയങ്ങളിലായിരിക്കും നമുക്ക് എപ്പോഴും ഓട്ടങ്ങളൊക്കെ വരിക. ആ സമയത്ത് നമുക്ക് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടാകും. അതുപോലെ നമ്മളൊരു ഓട്ടം പോകുന്ന സ്ഥലത്ത് നിന്ന് അവിടുന്ന് ഒരു വലിയ ട്രിപ്പ് കിട്ടുമ്പോൾ ഇതിൽ ചാർജ് ഉണ്ടാവില്ല. ഡീസൽ വണ്ടി ആണെങ്കിൽ നമുക്ക് കുറഞ്ഞ ഡീസൽ അടിച്ചാൽ നമുക്ക് ആ പോകാനുള്ള സ്ഥലത്തേക്ക് പോകാൻ കഴിയുന്നതാണ്. അങ്ങനത്തെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഒരുപാട് ടെൻഷൻ അടിക്കാറുണ്ട് വണ്ടി കൊണ്ടു കിടക്കുമ്പോൾ. ചാർജ് തീരാൻ സമയത്ത് നമുക്കൊരു വലിയ ട്രിപ്പ് കിട്ടും. അതുപോലെ നമ്മൾ 4 കിലോമീറ്റർ പരിധിയിലേക്ക് ഒരു ഓട്ടം നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ, എങ്ങനെ പറയാ, ഓട്ടം വിളിച്ചു കഴിഞ്ഞ് അവിടുന്ന് ഓൾറെഡി നമ്മളെ വണ്ടിയിൽ ഒരു 10 കിലോമീറ്റർ ഓടാനുള്ള ചാർജ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അത് പോകും. അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് അവർ പോകണം എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നീട് വേറെ വണ്ടിയിലേക്ക് മാറ്റി കൊടുക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ നാട്ടിലെ ഫോൺ ട്രിപ്പൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ പിന്നീട് നമ്മളെ വിളിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അങ്ങനത്തെ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ചാർജ് മോഡ് പുറത്ത് ചാർജ് ചെയ്യാൻ, അതായത് പിറകിലോട്ട് ഒരു 5 കിലോമീറ്റർ വണ്ടിയിൽ ഓടാൻ ചാർജുള്ള സമയത്ത് പിറകിലേക്ക് 3 കിലോമീറ്റർ പോയാലും മുന്നിലേക്ക് 2 കിലോമീറ്റർ പോയാലും ചാർജ് പോയിന്റ് നമ്മൾ ആപ്പിൽ കാണും. പക്ഷേ നമ്മൾ സ്വാഭാവികമായിട്ടും കുറഞ്ഞ ദൂരമുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകുക. 2 കിലോമീറ്റർ മുന്നോട്ട് പോയി അവിടെ എത്താൻ നേരത്തായിരിക്കും മറ്റൊരാൾ അവിടുന്ന് ചാർജ് ചെയ്യാൻ ഫ്ലഗ് കുത്തിയിട്ടോളം ഉണ്ടാകുക, നമ്മളെ മാതിരി വന്നിട്ടോളം ഉണ്ടാകുക. അപ്പോൾ ആ സമയത്ത് അവൻ്റെ ചാർജ് കംപ്ലീറ്റ് ഫുള്ളാകുന്നവരെ നമ്മൾ അവിടെ നിൽക്കേണ്ട അവസ്ഥ ഉണ്ട്. ഞാൻ വണ്ടി അവിടെ നിർത്തിയിട്ടിട്ട് ബസ്സിൽ തിരിച്ചു പോകുന്ന ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും അവിടെ പോയി, അല്ലെങ്കിൽ അവരോട് പറയും നിങ്ങൾ എന്നെ വിളിക്കണമെന്ന് പറയും. അങ്ങനെയൊക്കെ പോയിട്ട് ചാർജ് ചെയ്ത പല സമയങ്ങളുണ്ട്. അപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ ഈ ഇലക്ട്രിക് വണ്ടി എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഒരുപാട് അപ്ഡേഷൻ കാര്യങ്ങൾ, അതായത് ഫാസ്റ്റ് ചാർജിങ് 15 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആകുന്ന പരിപാടി, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മൈലേജ് ഉള്ളത്, മൈലേജ് ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 400-500 കിട്ടിയിട്ടും കാര്യമില്ല. ഫാസ്റ്റ് ചാർജിങ് ആണ് നമുക്ക് അനിവാര്യം. അതുപോലെ ഇതൊക്കെ ചെയ്യാനുള്ള സൗകര്യം വേണം എല്ലായിടത്തും. ഇപ്പം പല സ്ഥലത്തും ചാർജ് പോയിന്റുകൾ കംപ്ലൈൻ്റ് ആണ്, വണ്ടികൾ നിറഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പോരായ്മകളൊക്കെ പരിഹരിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വണ്ടി എടുക്കുകയായിരിക്കും ഏറ്റവും നന്നാവുക. ഡീസൽ വണ്ടി ആകുമ്പോൾ നമുക്ക് നിലവിൽ ഈ ടെൻഷൻ എന്നുള്ള ഒരു സംഭവം ഉണ്ടാവില്ല. സാമ്പത്തികമായിട്ട് നമുക്ക് വലിയ ലാഭം ഉണ്ടാവില്ല. ഇലക്ട്രിക് വണ്ടി ആകുമ്പോൾ സാമ്പത്തികമായിട്ട് വലിയ ലാഭമുണ്ട്. പക്ഷേ ഡീസൽ വണ്ടിക്ക് നമുക്ക് സാമ്പത്തിക ലാഭം കുറവാണെങ്കിലും ടെൻഷനും മാനസികപരമായിട്ട് നമ്മൾ ഈ എപ്പോഴും ഹാപ്പി ആയിരിക്കും കേട്ടോ. ഈ ടെൻഷന് കുറയാൻ തന്നെയാണ് നമ്മൾ ജീവിതം തന്നെ പറഞ്ഞാൽ ടെൻഷൻ ഇല്ലാത്ത ജീവിതത്തിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവുക. അതുപോലെ തന്നെയാണ് നമ്മുടെ വണ്ടീൻ്റെ കാര്യത്തിൽ. അപ്പോൾ നിങ്ങൾ ഒരു ഇലക്ട്രിക് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ 50,000 കിലോമീറ്ററിലധികം ഓടിച്ച വ്യക്തികളോട് അവരെ അനുഭവങ്ങൾ ചോദിച്ചതിന് ശേഷം മാത്രം എടുക്കുക. കാരണം അവിടുത്തെ സർവീസ് എങ്ങനെയാണ്, അവിടത്തേക്ക് അനുയോജ്യമാണോ ഈ വണ്ടി എന്നുള്ളതൊക്കെ നിങ്ങൾ അവിടെ നിന്നാണ് അറിയേണ്ടത്. നമ്മളമായിട്ടുള്ള വ്ളോഗർമാർ അതായത് ഞാനിപ്പോൾ മലപ്പുറത്ത് നിന്നൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ അത് മലപ്പുറത്തെ അനുഭവമാണ്, കോഴിക്കോട് നിന്നൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ കോഴിക്കോടത്തെ അനുഭവമാണ്. അപ്പോൾ നിങ്ങൾ കാണുന്ന സ്ഥലം എവിടെയാണ് അവിടുത്തെ അനുഭവങ്ങൾ നിങ്ങൾ സ്വയം മനസ്സിലാക്കിയിട്ട് ചെയ്യുക. പിന്നെ നമ്മൾ പുതിയ വണ്ടികൾ മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ 5,000-10,000 കിലോമീറ്ററിലൊക്കെ വീഡിയോകൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. കാരണം 5,000-10,000 കിലോമീറ്റർ ആകുമ്പോൾ ഇലക്ട്രിക് വണ്ടികൾക്ക് നിലവിൽ കംപ്ലൈൻറ്റുകളൊന്നും ഉണ്ടാവില്ല. അതുപോലെ ഏതൊരാൾക്കും കാക്കക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറഞ്ഞ പോലെ അവരുടെ വണ്ടി അവർക്ക് ഏറ്റവും ബെറ്റർ ആയിരിക്കും. അപ്പോൾ അവർ അതിൻ്റെ ഗുണങ്ങളുള്ളൂ അന്നേരം അറിയുള്ളൂ. പക്ഷേ ഒരു 50,000 കിലോമീറ്റർ കഴിയുമ്പോഴുള്ളൂ ഇതിന് നെഗറ്റീവ് വശം വരിക. അതുകൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ റിവ്യൂകളിലൊക്കെ പരമാവധി 50,000 കിലോമീറ്ററിന് ശേഷമുള്ള റിവ്യൂകൾ പരമാവധി നിങ്ങൾ വീക്ഷിക്കുക. അതിന് മുന്നുള്ളത് അവരുടെ നല്ല അനുഭവങ്ങൾ മാത്രമായിരിക്കും അവർക്ക് പറയാനുണ്ടാകുക. പിന്നെ അത്രയ്ക്കും മോശമാണെങ്കിൽ മാത്രമേ ഉള്ളൂ നെഗറ്റീവ് പറയുള്ളൂ കേട്ടോ. അങ്ങനെ ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ അങ്ങനെ ചെയ്തിട്ടുണ്ട്. 10,000 കിലോമീറ്റർ ആകുമ്പോഴത്തേനും നെഗറ്റീവ് പറഞ്ഞ ഒരു ഇലക്ട്രിക് വണ്ടിയുടെ വീഡിയോ ഉണ്ട്.
അപ്പോൾ ഒന്നല്ല 2 കമ്പനീൻ്റെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. നമ്മൾ മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഞാനാകെ ഈ വണ്ടി 62,000 കിലോമീറ്റർ പറഞ്ഞാൽ 38,000 കിലോമീറ്ററിലധികമാണ് ഓടിച്ചത്. അത് സെക്കൻഡ് വണ്ടി എടുത്തതാണ്. അപ്പോൾ അതിൽ എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാത്തത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ നമ്മൾ പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതാണ്. താങ്ക് യു.